നമ്മൾ 20 പശുക്കളുടെ മുകളിലേക്ക് ഇനി 1000 പശുക്കളുടെ വരെ വേണമെന്നുണ്ടെങ്കിലും ഏറ്റവും ചെലവ് ചുരുങ്ങിയ രൂപത്തിൽ ഏറ്റവും ഹൈടെക് ആയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. 30ഓളം പശുക്കൾക്ക് ടെയിൽ ടു ടെയിൽ നിൽക്കുന്ന ഒരു ഹൈടെക് ഫാമാണ്. ട്രൈനേജ് ഉണ്ടോ? ഈ ട്രൈനേജിൻ്റെ പ്രത്യേകിച്ച് ഒരു തുള്ളി വെള്ളം വീണാൽ ഇവിടെ നിൽക്കുന്നത് 100 പശുക്കൾ ഒരുമിച്ച് കുടിച്ചാലും അനക്കം വരാത്ത രൂപത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ പുൽത്തൊട്ടി കറക്റ്റായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രൂപത്തിലുള്ള അളവിലുള്ള പുൽത്തൊട്ടിയാണ്. അതിന് ടൈൽസ് ഉണ്ടാവും. ഇത് നമ്മളെ മുതലാളിക്ക് പുതിയതായിട്ട് എക്സ്ട്രാ ഇട്ടതാണ്. ഇതല്ല പശുക്കൾ, മെഷീനറീസ്, ഫാമിനൊക്കെ വേണ്ട എല്ലാ സംവിധാനങ്ങളും സൈറ്റ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇതേ മുകളിൽ കാണുന്ന കാടില്ലേ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ നിന്നാണ് നമ്മൾ ഈ പ്ലോട്ടാക്കി ഇങ്ങനെ എടുത്തത്. ഞാൻ വിചാരിച്ചതിനേക്കാൾ വില കുറച്ചിട്ട് തന്നെ പറയാം. വില എന്ന് പറയുമ്പോൾ എൻ്റെ ലാഭം ഉള്ള രീതിയിൽ തന്നെ അവർ പണി തന്നിട്ടുണ്ട്. അവൻ്റെ വർക്കിന് കട്ടൊക്കെ കൂടെ നിൽക്കുന്ന നമ്മളെ ഇവരെ കീഴിലാണ് ബാക്കിയുള്ള പണിക്കാർ കാര്യങ്ങളെല്ലാം ഇവരെ കീഴിലാണ്. കുറഞ്ഞ ചിലവിൽ നിങ്ങൾ ഫാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി ഫാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പേടിച്ചിട്ടായിരിക്കും ചെയ്യാത്തത്. കാരണം ഒന്നും അറിയില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, പക്ഷേ എനിക്ക് ആഗ്രഹമാണ് ഫാം ചെയ്യാൻ. നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ സമീപിച്ചോളൂ. നിങ്ങൾക്ക് ഞാൻ ഫാം ചെയ്ത് നിങ്ങളെ സക്സസ് ആക്കി തരുന്നവരെ നിങ്ങളെ കൂടെ ഞാനുണ്ടാവും. എനിക്കത് ശരിക്കും സത്യം തന്നെയാണ്, 100% സത്യമാണ്. 20 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല ഏറ്റവും ചിലവ് ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു ഹൈടെക് ഡയറി ഫാം ചെയ്തു തരും. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അതിലുണ്ടാവും. അതെല്ലാം ഫാമിലേക്ക് വേണ്ടുന്ന സകല സൗകര്യങ്ങളോടുകൂടെ നിങ്ങളെ ഫാം സക്സസ് ആകുന്നവരെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് താക്കോൽ നിന്ന് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു പോകും. അതുവരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. അത് നിങ്ങൾ ഫാമിലേക്ക് വേണ്ടുന്ന ഇലക്ട്രിസിറ്റി, അതുപോലെ വഴി, വെള്ളം, നമുക്ക് പണിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം കാണിച്ചു തരാം, സ്ഥലവും കാണിച്ചു തരാം. പിന്നെ ആ ഫാമിൽ പശുക്കൾക്ക് നിൽക്കാനുള്ള ഫാം, കുട്ടികൾക്കുള്ളത്, ചാണകം ഉണക്കാനുള്ളത്, മൂത്രം ഡ്രൈനേജ് പോകുന്നത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പണിക്കാർ, ജോലിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം, അതിൽ തന്നെ ഒരു ഓഫീസ് അടക്കം എല്ലാം ചെയ്ത് നിങ്ങളെ കയ്യിൽ താക്കോല് തരും. നിങ്ങളൊന്നും അറിയണ്ട. അതിൽ വേണ്ടത് പശുക്കളായിക്കോട്ടെ, മെഷീനറീസ് ആയിക്കോട്ടെ, മാറ്റ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം. ഇപ്പോൾ സൈറ്റ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇതേ മുകളിൽ കാണുന്ന കാടില്ലേ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ നിന്നാണ് നമ്മൾ ഈ പ്ലോട്ടാക്കി ഇങ്ങനെ എടുത്തത്. അതായത് JCB JCB മരം മുറിച്ച് ഒഴിവാക്കി പിന്നെ JCB വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഫ്ലോട്ട് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ഫാം കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ. ഇതിനകത്ത് ഇപ്പം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരുപാട് സമയം ഒന്നുമില്ല, ഒരു 40 ദിവസം 45 ദിവസത്തിനുള്ളിൽ എല്ലാം സെറ്റ് ആയി. ഇതിപ്പോ മൊത്തം എത്ര സെന്റ് ഉണ്ട്? ഇതിപ്പോ 75 സെന്റ് സ്ഥലമുണ്ട്. 75 സെന്റിനകത്താണ് നമ്മൾ. അതിൽ 30 പശുക്കൾക്ക് നിൽക്കാനുള്ള ഒരു ഷെഡ്, അതുപോലെ തന്നെ 20ഓളം കുട്ടികൾക്ക് നിൽക്കാനുള്ള ഒരു ഷെഡുണ്ട്. പിന്നെ അതിൽ എന്ന് വെച്ചാൽ നമ്മൾ തീറ്റ, ഒരു എലി കിടക്കാത്ത രൂപത്തിൽ തീറ്റ സേവ് ചെയ്യാനുള്ള ഒരു ഷെഡുണ്ട്. പിന്നെ ഷാഫ് കട്ടർ വെക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. പിന്നെ നമുക്ക് വൈക്കോല് മുകളിൽ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ് സ്റ്റാഫുകൾ. അവർക്ക് സ്റ്റാഫുകളെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ഇതൊരു ഫാം ആകുമ്പോൾ അതിന് എന്തായാലും ഭാവിയിൽ ഓഫീസ് കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ അതിനൊരു ഓഫീസും അവിടെ സെറ്റ് ചെയ്തു. അങ്ങനെ എല്ലാ സൗകര്യവും, അതുപോലെ ചാണകം ഉണക്കുന്ന ഷെഡ്, അതുപോലെ തന്നെ നമ്മളെ ഈ മൂത്രം ഒഴുകി കഴുകുന്ന വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം, അങ്ങനെ എല്ലാം കൂടെ ഒരു ഫാമിന് വേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു മിനിമം സ്റ്റാർട്ടിങ് എത്ര പശുക്കളെ വെച്ചിട്ടുള്ള ഫാം നമുക്ക് ചെയ്യാം? നമ്മളിപ്പോൾ കേരളത്തിലുടനീളം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 പശുക്കൾക്ക് മേലേക്കുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അതിൽ താഴെ ഒന്നാമത് ചിലവ് കുറച്ചിട്ട് കോസ്റ്റ് കുറച്ച് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് 20 പശുക്കൾക്ക് മേലേക്കുള്ളത് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അതിന് താഴേക്ക് ചെയ്ത് എത്ര സെന്റ് സ്ഥലം വേണം? 20 പശുക്കളുടെ ഫാമും അതുപോലെ അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തുകയാണ്. 30 സെന്റ് സ്ഥലം വേണം 20 പശുക്കൾക്കാണെങ്കിൽ. ഇപ്പോൾ 30 പശുക്കൾക്കാണെങ്കിൽ ഒരു 40 സെന്റ് സ്ഥലം. അങ്ങനെ ഓരോ എന്താ പറയുക, നമ്മൾ ഷെഡിനനുസരിച്ച് ഇപ്പം നമ്മൾ ഈ 20 പശുക്കൾക്ക് ചെയ്യുന്നതല്ല, 20 പശുക്കൾക്ക് നമ്മൾ ഈ ചെയ്യുന്ന ചാണകം ഉണക്കുന്നത് മറ്റും ചെയ്യുന്നതല്ല, 30 പശുക്കൾക്കാകുമ്പോൾ കുറച്ചുകൂടി കൂടും. ഇതിനെല്ലാം വലുപ്പം വ്യത്യാസം, എണ്ണം വെച്ചിട്ട് നമുക്ക് സ്റ്റോറേജിലെ വ്യത്യാസം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 30ഓളം പശുക്കൾക്ക് ടെയിൽ ടു ടെയിൽ നിൽക്കുന്ന ഒരു ഹൈടെക് ഫാമാണ്. വളരെ ചെലവ് ചുരുക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഹൈടെക് ഫാമാണ്. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടില്ലേ, കറക്റ്റായിട്ടുള്ള സ്ലോപ്പാണ്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ട്രൈനേജ് ഉണ്ടോ? ഈ ട്രൈനേജിൻ്റെ പ്രത്യേകിച്ച് ഒരു തുള്ളി വെള്ളം വീണാൽ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ചാലായിരുന്നല്ലോ സാധാരണ എല്ലായിടത്തും ഉണ്ടാവുക. ചാല ഒഴിവാക്കി. കാരണം ചാലാകുമ്പോൾ എപ്പോഴും ഇതുപോലെ വെള്ളം നിൽക്കും, ഈച്ച പ്രാണികളും മറ്റെല്ലാം നിൽക്കും, അവിടെ വീക്കും, മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടുതലാണ്. ഇതാകുമ്പോൾ ഈ ട്രൈനേജ് തുള്ളി വെള്ളം വീണാൽ ഒരുപാട് ദൂരെ ഇതിലെങ്ങനെ പുറത്ത് വന്നിട്ട് കണ്ടോ ഇവിടെ കാണുന്ന ഈ ടാങ്കിലേക്കാണ് പോവുക. കണ്ടോ ഇവിടെ വലിയ ടാങ്ക് കണ്ടോ? ഈ ടാങ്കിൽ ഏകദേശം ഒരു 40,000-50,000 ലിറ്റർ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ സ്ലറി കഴുകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് വെള്ളത്തിൻ്റെ സിസ്റ്റം കണ്ടില്ലേ, ഈ 100 പശുക്കൾ ഒരുമിച്ച് കുടിച്ചാലും അനക്കം വരാത്ത രൂപത്തിലാണ്. അതേ വെള്ളം തിരിച്ചവിടെ റീസ്റ്റോർ ആവുകയാണ്.
അവിടെ രജിസ്റ്റർ ആവും. അതിന് സ്റ്റോറേജ് കൊടുത്തിരിക്കുന്ന അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ പുൽത്തൊട്ടി കറക്റ്റായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രൂപത്തിലുള്ള അളവിലുള്ള പുൽത്തൊട്ടിയാണ്. അതിന് ടൈൽസ് ഉണ്ടാവും. ഇത് നമ്മളെ മുതലാളിക്ക് പുതിയതായിട്ട് എക്സ്ട്രാ ഇട്ടതാണ്. ഇതാണ് നമ്മൾ സാധാരണ താഴെ ടൈൽസ് ഇടും. സൈഡിൽ വേണമെന്നില്ല, പുള്ളിക്ക് ഇടണം തോന്നിയിട്ട് ഇട്ടതാണ്. പിന്നെ ഈ നെറ്റൊക്കെ നമ്മൾ ഇതിനകത്തുള്ളതാണോ? അല്ലല്ല, ഈ നെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വനപ്രദേശമാണ്, ചെറിയൊരു ഫോറസ്റ്റ് രൂപത്തിലായതുകൊണ്ട് ഇവിടെ നമുക്ക് വന്യമൃഗങ്ങളുടെ ശല്യം വന്നേക്കാം എന്നുള്ളൊരു രൂപത്തിൽ ഒരു അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്തു എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ സാധാരണ നെറ്റ് ഉണ്ടാവാറില്ല, എത്ര ഉണ്ടാവാറുള്ളൂ. പിന്നെ ഈ കാണുന്ന ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫാം ചെയ്യാന്ന് വെറും ഫാം മാത്രമല്ല ചെയ്യുക. ഇപ്പോൾ ഈ മെഷീനറീസ് ഇതുണ്ടോ, ഇത് കറവ മെഷീൻ്റെ പൈപ്പാണ്, അറിയാലോ. ഇത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മാറ്റ് കണ്ടോ, സാധാരണ മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാറ്റ് ഇടാതെ പോകാതിരിക്കാൻ വേണ്ടി ഒരു ബീഡിങ് ആണ്. ഇത് പൊട്ടൂല, ഇങ്ങനെ ബീഡിങ് ഇട്ട് കണ്ടോ. ഈ മാറ്റ് അനങ്ങില്ല. സാധാരണ മാറ്റ് ഇട്ടാൽ മാറ്റ് 2 ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇത് അനങ്ങാതെ ഉടനെ ഈ പുതിയ സിമെൻറ്റിൽ തന്നെ നമുക്ക് ചെയ്യണത്, എങ്കിൽ മാത്രമേ നിൽക്കുള്ളൂ. പിന്നെ എല്ലാ ഫാമിലേക്ക് ഇപ്പോൾ പശുക്കൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഇന്നലെ ചെറിയൊരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രം 2 പശുക്കളെടുത്തു. ബാക്കിയുള്ള പശുക്കൾ അടുത്ത ടോളിൽ ഇറങ്ങും. തമിഴ്നാട് പോയിട്ട് പശുവിനെ എടുത്ത് കൊണ്ടുവരാനുണ്ട്. പശുക്കളടക്കം നമ്മൾ സപ്ലൈ പശുക്കളടക്കം അല്ല, പശുക്കൾ, മെഷീനറീസ്, ഫാമിനേക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും. ഇതിപ്പം 2ാം പേരാണല്ലോ അല്ലേ? അത് 2ാം പേരാ, 2 പേരാണ്. 20+ പാൽ നല്ല പശുക്കളാണ് എല്ലാം. ഇതിപ്പോൾ പ്രസവിച്ചിട്ട് 7 ദിവസമായിട്ടുള്ളൂ. ഇവളിപ്പോൾ പ്രസവിച്ചിട്ട് 26 ദിവസമായി. ഇപ്പോൾ 20-22 ലിറ്റർ പാൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഈ ഒരു ശകലമെങ്കിലും ചൂട് ഫീൽ. ഇപ്പോൾ സമയം നോക്ക്, 1 മണിയായി. ചൂട് ഫീൽ ചെയ്തു. പുറത്ത് വെയിലുണ്ടോ? പൊള്ളുന്ന വെയില്, ഒരു തുള്ളി. ഇത് ഷീറ്റാണ്, സാധാരണ ഷീറ്റാട്ടെ. അതാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഇത് പശുക്കൾക്ക് ചൂടുണ്ടോ? ഇപ്പോൾ ഇത്രയും നേരം ഇതിനകത്ത് എന്താ ചൂടില്ലാത്ത നിറം? നമ്മൾ ഇത്രയും വിടുത്തിലിട്ടിരിക്കുന്ന വെന്റിലേഷൻ കണ്ടോ, ഒരു പ്രത്യേക രീതിയിലാണ്. ഈ വെന്റിലേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എയർ സർക്കുലേഷൻ, പ്രധാനമായിട്ട് പശുക്കൾക്ക് വേണ്ടതാണ് എയർ സർക്കുലേഷൻ. ഇതിങ്ങനെ നമ്മൾ ഈ വെന്റിലേഷൻ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചൂട് ഇവിടെ തങ്ങി നിൽക്കും. അപ്പോൾ ഈ ഫാന് നമ്മൾ ഇട്ടേക്കുന്നത് എന്തിനാണ്? ഇത് കഴുകുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാൻ ഇട്ടേക്കുന്നത്. അത് മാത്രമേ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. കാരണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് രാവിലെ പുലച്ച കറക്കുന്ന സമയത്ത് ഒരു തരം പ്രാണി വരാണ്ട്, കുഞ്ഞു പ്രാണി. അതിനെ ഓടിക്കാനും നമുക്ക് ഫാൻ ഇട്ടാൽ നടക്കും. അല്ലാതെ പശുക്കൾക്ക് തണുപ്പിന് വേണ്ടി ഒരു ഫാനിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെന്റിലേഷൻ നല്ല കാറ്റാണ്, ഹൈറ്റ്. പിന്നെ മാത്രമല്ല ഇതിന് ഹൈറ്റ് ശ്രദ്ധിച്ചോ, ഇതിനൊരു ശാസ്ത്രീയമായ അളവുണ്ട്, ഇതിൻ്റെ അളവുണ്ട്. കാരണം ഇപ്പം നമ്മൾ ലൈസൻസോ മറ്റോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സൈഡ് ഇത്ര അളവ് വേണമെന്നുണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് അപ്രൂവ് ആവുള്ളൂ. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ടാണ് മിനിമം ഇതാണോ, ഇവിടുന്ന് മേലെ വരെ, ഇവിടുന്ന് നമ്മളെ പുൽത്തൊട്ടീൻ്റെ മേലെ നിന്ന് 10 അടി ഹൈറ്റ് നിർബന്ധമാണ്, അതിൽ കുറയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും ഹൈറ്റിലും ഇങ്ങനെ വെന്റിലേഷൻ ഇട്ടുകൊണ്ട് തന്നെ ചൂട് ഒട്ടും ഉണ്ടാവില്ല. ഏത് ഷീറ്റ് ഇട്ടാലും ചൂട് ഒട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന് ഗ്യാരണ്ടി പറയുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരാൾക്ക് ലൈസൻസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു മെയിനായിട്ട് അവർ നോക്കുന്നത് നമ്മളെ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലൈസൻസ് പൊല്യൂഷൻ്റെ പ്രശ്നം വരും. അപ്പോൾ അവർ വന്നാൽ ആദ്യം നോക്കുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇവിടെ വേസ്റ്റ് എവിടെയാണെന്ന് പോലും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഈ മൂത്രം എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ കഴുകുന്ന വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്, ആർക്കും കാണാൻ പറ്റാത്ത രൂപത്തിലാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് ഇപ്പോൾ ലൈസൻസ് എടുക്കാനോ മറ്റുള്ള ഒരു കാര്യത്തിനോ ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവില്ല. അതാണ് ഇതുവരെ ചെയ്തു കൊടുത്തിരിക്കുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും ഈസി ആയിട്ട് ലൈസൻസ് കിട്ടും. പിന്നെ ഇപ്പം നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ്, ഇപ്പോൾ 20 പശുക്കൾക്ക് മേലെ, 20 പശുക്കൾ വരെ ഇപ്പം നമുക്ക് നിലവിൽ ലൈസൻസ് ആവശ്യമില്ല. 20-30 പശുക്കളുടെ ആയതുകൊണ്ട് ലൈസൻസ് വേണം. അപ്പോൾ അതിന് വേണ്ടത് ഇനി ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ബയോഗ്യാസ് പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മളവിടെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അത് ബയോഗ്യാസ് പ്ലാന്റും കൂടെ ചെയ്യാനുള്ള, ബാക്കി ഇവിടെ ഇന്നലെ ആൾ വന്നു, എല്ലാം പേപ്പറുകളെല്ലാം കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. കാരണം അവർക്ക് എല്ലാവരും ഓക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാം ചെയ്തിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള രീതിക്ക് തന്നെയാണ്. അവർക്ക് മൈനസായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കാണുന്നത് UV ഷീറ്റിൻ്റെ ചാണകം ഉണക്കുന്ന ഷെഡാണ്. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതേപോലെ ചാണകം ഒരു മൂലയിൽ നിന്ന് ഇങ്ങനെ ഇട്ട് പോരുന്ന സമയത്ത് 2 സൈഡിൽ ഒരു സെൻട്രൽ ഒരു പാസേജ് ആയിട്ട് നമ്മൾ ചാണകം ഇട്ട് പോകുന്നു കഴിഞ്ഞാൽ മുകളിൽ അടിച്ചിരിക്കുന്ന UV ഷീറ്റാണ്. അത് കാരണം നമുക്ക് വെയിലും കൊള്ളും. നല്ല ചൂടുണ്ട് ഇപ്പോൾ. നല്ല ചൂടാണ്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ കോർണറിൽ ഇവിടെ ഒരു ചെറിയൊരു കൂട് വെച്ചിട്ട് 100 കോഴീനെ ഇവിടെ ഇതിനകത്തിടും. ഇതിനെ കോഴീനെ ഇട്ട് കഴിഞ്ഞാൽ കോഴികൾക്ക് നമ്മൾ എക്സ്ട്രാ തീറ്റയും കൊടുക്കണ്ട. നമ്മൾ ചാണകം 4 ദിവസം കൊണ്ട് ഇവർ നല്ല ചിക്കിപ്പെറുക്കി ഉണക്കി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പാക്കറ്റാക്കി എടുക്കുക എളുപ്പമാണ്. പാക്കറ്റാക്കിയിട്ട് ഇവിടുന്ന് വണ്ടിയിലേക്ക് വേസ്റ്റ് നമുക്ക് അതിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു സെറ്റപ്പ് നമ്മൾ. അതെ, ഇത് 2 വരുമാനമാണ്. ഒന്ന് ചാണകം പെട്ടെന്ന് ഉണങ്ങി കിട്ടും, മെഷീൻ വേണ്ട. രണ്ടാമത്തെ വെച്ചാൽ കോഴികൾക്കുള്ള തീറ്റ ഇതിൽ നിന്ന് കിട്ടും, കോഴിയുടെ മുട്ട. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കും. ഇപ്പം നമ്മളെന്താ പണ്ടൊക്കെ ആയിരുന്നു വലിയ കുഴി എടുത്തിട്ട് ചാണകം അത് ഇട്ടിട്ട് ഉണക്കുക. അതൊക്കെ ഭയങ്കര പ്രശ്നം. കാരണം വെച്ചാൽ കുഴിയിൽ നിന്ന് കോരിയെടുക്കാൻ മറ്റുള്ളൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇത് ആകുമ്പോൾ ഈസി ആയിട്ടുള്ള പർപ്പസാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കോഴീനെ ഇട്ട് കഴിഞ്ഞാൽ
ഇവിടുന്ന് ഒരു മൂലയ്ക്ക് നിന്ന് കോഴി ഇങ്ങനെ ശകിച്ച് വരും, നമ്മൾ ഇവിടെ തുറക്കും, വണ്ടിയിലേക്ക് നമുക്ക് പാക്കറ്റാക്കി പുറത്തേക്ക് എടുക്കാം. ഇതാണ് ഈസി. ഇതിൻ്റെ സ്ലറി ഇവിടെ ഒഴിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇതെന്താക്കും, ഇത് സ്ലറി ഉണ്ടാവും എന്തായാലും, അത് അതിലേക്ക് പുറത്തേക്ക് ഒഴിച്ചു പോകുന്നത് അവിടെ നമ്മളെന്താക്കും, അവിടെ സേവ് ചെയ്യും. അപ്പുറം ഈ ഒരു സെറ്റപ്പ് അടിപൊളി കേട്ടോ. അടിപൊളി. ഈ റീസെന്റ് ആയിട്ട് ഞാൻ ഇത്രയും സെറ്റപ്പ് ഒരു ഫാം ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല. താങ്ക് യു വെരി മച്ച്. അതേപോലെ 20 അപ്പോൾ 20 കൊല്ലത്തെ കയറിന്. അപ്പോൾ ഈ കൃഷ്ണേട്ടൊക്കെ എത്ര ഫാം പോയി കൃഷ്ണേട്ടങ്ങള്? 24 ഫാം ഇവർ പോയി നോക്കിയിട്ട്, അതായത് ഇവിടെ ഒക്കെ 24 ഫാം പോയി നോക്കിയിട്ട് അവർക്ക് അതിലൊന്നും ഇഷ്ടപ്പെട്ടു. നമ്മളെ ഫാം എങ്ങനെയുണ്ട്? അടിപൊളി അതല്ലേ? ഈ കണ്ട ഫാമും നമ്മളെ ഫാമും എങ്ങനെയുണ്ട്? ആണല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ അഭിപ്രായം. നമ്മൾ മുതലാളി വന്നിട്ട് നമ്മളെ പ്രിയപ്പെട്ട കൃഷ്ണേട്ടൻ ഇതിൻ്റെ എല്ലാമാണ് കൃഷ്ണേട്ടൻ. അപ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക, എല്ലാം ഇപ്പോൾ പശുവിൻ്റെ കാര്യത്തിലേ. അത് മാത്രമല്ല, നമ്മളെ ഈ ഫംഗ്ഷന് നമ്മുടെ ഇവിടെ ചുറ്റുപാടായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരാ സി എന്ന് പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഹൈടെക് ഫാം എല്ലാവരും കൃഷി നമ്മൾ എത്ര ഇഷ്ടപ്പെട്ടു. ക്ഷീരവസനമൊപ്പം വന്നിരുന്നു കുറേ ആൾക്കാർ. ഈ ഫാം നടത്തുന്ന കക്ഷികൾ നമ്മൾ ഇന്ന് ക്ഷണിച്ചിരുന്നു. അവിടെ ഒന്ന് വന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ പോയത്. അവരും നല്ല അഭിപ്രായം തന്നെയാണ്. എല്ലാവരും ഉത്തരവാദിത്തം കൂടി പറഞ്ഞ സമയത്തിന് മുമ്പേ പണിത് തന്ന വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും എൻ്റെ പണി ഇയാളായിട്ട് പരിചയപ്പെടുന്നത് 24 ഫാം പോയി സന്ദർശിച്ച് നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്കും എൻ്റെ ബോസിനും ഞങ്ങൾ യൂട്യൂബിൽ പരിചയിച്ച് ഇയാളെ ബന്ധപ്പെടുന്നു. ഓക്കെ, നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒഴിവാക്കി നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് മൊത്തത്തിൽ ഒഴിവാക്കുക. നമ്മൾ എന്താ ഒഴിവാക്കുക? നമുക്ക് പശുവിന്റെ മൂത്രം കഴുകുന്ന വെള്ളം ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. മറ്റുള്ളവർ പറമ്പിലേക്ക് വിടാൻ പറ്റുമോ? ചാണകം നമുക്ക് സേവ് ചെയ്യണ്ടേ? ചാണകം നമുക്കൊരു ബൈ പ്രൊഡക്റ്റ് ആണ്, സേവ് ചെയ്യണം. പിന്നെ പശുക്കൾക്ക് കൊടുക്കാനുള്ള തീറ്റ നമുക്ക് എവിടെയെങ്കിലും വെക്കണ്ടേ? അതെങ്ങനെ വെക്കണം? എലി മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ്. എലി വന്ന് മൂത്രം ഒഴിച്ച് മറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പശുക്കൾക്ക് അത് ബാധിക്കും. അത് നമുക്ക് പിന്നെ എലിയൊന്നും കിടക്കാത്ത രൂപത്തിൽ ഭദ്രമായിട്ട് വെക്കണ്ടേ? ശരിക്കും ഒരു ഫാമിലേക്ക് വേണ്ട ഫുൾ സ്ട്രക്ചർ. പിന്നെ അതുപോലെ തന്നെ 20 പശുക്കളുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 10 കുട്ടികളെ നമ്മൾ വെക്കില്ലേ? തീർച്ചയായിട്ടും. കുട്ടികൾക്ക് വെക്കാൻ സ്ഥലം വേണ്ട, ഷെഡ് വേണ്ട, ചെറിയ ഷെഡ് വേണം, അത് വേണം. അതുപോലെ തന്നെ നമ്മളെ ഫാമിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് താമസിക്കാൻ സൗകര്യം വേണ്ടേ? ജോലിക്കാർ വേണ്ടേ? അപ്പോൾ അതെല്ലാം ഇതിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നുമില്ല. നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ എടുക്കൂ. പിന്നെ മാത്രമല്ല, ഫാമിൽ നമ്മൾ ഫാം എന്ന് പറഞ്ഞാൽ ഡെഡ് മണിയാണ്. അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പൈസ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ചിലവ് കുറച്ചിട്ട് ഏറ്റവും ഭംഗിയായിട്ട്, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ ഫാം കണ്ടില്ലേ, ഏറ്റവും ചിലവ് കുറച്ചിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു ഫാം. അപ്പോൾ നമ്മൾ ഓണറോട് ചോദിച്ചാൽ തന്നെ അവരെ പറയും നമ്മളെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള അവർ പറയും. ഇതാണ് നമ്മളെ മൂസ ഹാജി, കാസർഗോഡ് ചീമേനിയിലുള്ള. ഇപ്പം പുള്ളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാം നിർമ്മിച്ചിട്ടുള്ളത്. പുള്ളിയുടെ അനുഭവങ്ങളും കാര്യങ്ങളും പുള്ളിയിൽ നിന്ന് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി. കുഴപ്പമില്ല, ഞാൻ മൂപ്പരായിട്ട് പരിചയപ്പെടുന്നത് നമ്മളെ ഒരു യൂട്യൂബ് ചാനൽ വഴി പരിചയപ്പെട്ടു. അപ്പം ഞാൻ പലയാളിയും സന്ദർശിച്ചു, പിന്നെ ഒരുപാട് ഫാമുകൾ അന്വേഷിച്ചു. അപ്പം എനിക്കിത് മുമ്പ് ഒരു 10-15 കൊല്ലത്തെ പ്രാക്ടീസുണ്ട്. പക്ഷേ ഫാം കൊണ്ടുള്ള പ്രാക്ടീസ് അല്ല, പശുവിനെ കൊണ്ടുള്ള പ്രാക്ടീസ്. അപ്പോൾ ഒരു വ്യത്യസ്ത രീതിയിൽ പണിയണമെന്ന് പറഞ്ഞ് അങ്ങനെ 10-15 ഫാമുകൾ നോക്കി. പക്ഷേ ആധുനിക രീതിയിൽ നിന്ന് പറച്ചൽ മാത്രം, ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട്, പശുവിനെ കെട്ടിയിട്ടുണ്ട്, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റേതായ ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്യണം, മൂപ്പറായിട്ട് ചെയ്തു. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയിൽ നമുക്ക് പണി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ മൂപ്പര് എല്ലാ സമയത്തോടും ഇപ്പോൾ തൊഴുത്ത് മാത്രമല്ല, പിന്നെ കുട്ടികളുടെ ഷെഡ്, അതുപോലെ പുല്ലിൻ്റെ ഷെഡ്, ഉണക്കപ്പുല്ലിൻ്റെ ഷെഡ്, തീറ്റ ഷെഡ്, കോഴികളുടെ താമസം, ഓഫീസ് കാര്യങ്ങളൊക്കെ കൂടി എന്താക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ ചെറിയ ഒരു വില കുറച്ചിട്ട് തന്നെ പറയാം. വില എന്ന് പറയുമ്പോൾ എൻ്റെ ലാഭം ഉള്ള രീതിയിൽ തന്നെ അവർ പണി തന്നിട്ടുണ്ട്. പിന്നെ പശുക്കളെ ഞാൻ ഇറക്കിയിട്ടില്ല. ഇപ്പം ഇന്നലെ സ്റ്റാർട്ടായതേ ഉള്ളൂ. ബാക്കിയുള്ള പശുക്കളെ നമുക്ക് ഇനി ഇറക്കണം. അപ്പോൾ ഇവരുടെ സഹായം എപ്പോഴും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. കുഴപ്പമില്ല, ഇതുവരെ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ പശു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കറന്നെടുക്കുന്നുണ്ട്, പാല് കാണിച്ചു തന്നിട്ടല്ലേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ഇതിപ്പോഴും പാല് കാണിച്ചു തന്നു. ഇനി ചിലപ്പം ഇന്നോ നാളെ ഞാൻ പറഞ്ഞേക്കും. പറഞ്ഞേക്കാണ്ട് പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. അതെ, എന്തായാലും 100% ഹാപ്പിയാണ്. കുഴപ്പമില്ല. ഫാം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്ക് പേടിയാണ് എങ്ങനെ ഫാം തുടങ്ങും. കാരണം എല്ലാവരും കേൾക്കുന്നൊരു വാർത്തയാണ് ഫാം എപ്പോഴും പരാജയമാണെന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾ, ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം. അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത് അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് വരെ അവർക്ക് ആ വേണ്ടുന്ന ഫാമിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് വരെ അവരുടെ കൂടെ നമ്മൾ വിജയം 100% ഉറപ്പാക്കിയിട്ട് നമ്മൾ തരും. 100% ഉറപ്പാക്കിയിട്ട് 20 വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടെ ഞാൻ എന്ത് ചെയ്യും, അവരുടെ കൂടെ ഒന്ന് അവരെ വിജയിപ്പിച്ചിരിക്കും, ഉറപ്പാണ്. കാരണം ഞാൻ ചെയ്ത ഫാമുകളെല്ലാം ലോക്കൽ സെയിലും മറ്റൊക്കെ ആയിട്ട് എല്ലാം സക്സസ് ആയിട്ട് പോകും, ചെയ്തെടുത്തെല്ലാം. അപ്പോൾ ഓൾ കേരള നമ്മുടെ വന്ന് സർവീസ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണുന്നവരെ